വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ വീക്കെൻഡായിട്ട് അതിരപ്പള്ളി വരെ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കണ്ട ഒരു 2 സ്ഥലങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് വെറ്റിലപ്പാറ പാലം, 2 നമ്മൾ എണ്ണപ്പന തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ അതിരപ്പള്ളിയിലേക്ക് പോയത്. അങ്കമാലിയിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളിയിലേക്കുള്ള റൂട്ടിലാണ് യാത്ര ചെയ്തത്. അതിനിടയിലുള്ളതാണ് ഈ എണ്ണപ്പന തോട്ടം. കായ്ച്ചു നിൽക്കുന്ന എണ്ണപ്പന തോട്ടത്തിൽ സഞ്ചാരികൾക്ക് ഒരുപാട് കൗതുകമേറുന്നുണ്ട്. അതിരപ്പള്ളി തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പരിസരത്തിൽ നിന്നാണ് കൃഷി ആരംഭിക്കുന്നത്. ആനമല പാതയുടെ വലതുവശം ചേർന്ന് പുഴയോര തീരത്താണ് എണ്ണപ്പന തോട്ടം. കേരള എണ്ണപ്പന കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെന്ന് ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ എണ്ണപ്പനകളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ അതിരപ്പള്ളിക്ക് ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് അതിരപ്പള്ളിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് നമുക്ക് വളരെ ഈ വിഷ്വൽസൊക്കെ നമുക്ക് ആസ്വദിച്ച് ഒക്കെ നമുക്ക് ഇതുവഴി പോകാവുന്നതാണ്. അതായത് കായ്ച്ചു നിൽക്കുന്ന എണ്ണപ്പനകളൊക്കെ നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര കൗതുകം വരുന്നു, ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്കും. അതുപോലെ അതിരപ്പള്ളിക്കൊക്കെ നമ്മൾ മെയിൻ റോഡ് വഴി പോകാതെ ഈ വഴി കയറി പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് വളരെ ശാന്തമായിട്ട്, അധികം വലിയ തിരക്കൊന്നുമില്ല ഈ റോഡ് വഴി. ആക്ച്വലി ഞങ്ങൾ പോയപ്പോൾ തന്നെ ഈ വഴി തന്നെ കാണാൻ ഞങ്ങൾ പോയപ്പോഴാണെങ്കിലും ഞങ്ങൾ കുറച്ച് രാവിലെയാണ് പോയത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ആ കണ്ണിനൊക്കെ നമുക്ക് നല്ല കൗതുകം വരുന്ന നല്ല ഒരു നമുക്കൊരു ഫ്രഷ്നെസ് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഈ വഴി രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ മെയിൻ റോഡ് പിടിച്ച് നമ്മൾ സാധാരണ പോകുന്ന റൂട്ട് എടുക്കാതെ ഈ വഴി നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവേ. ഏകദേശം 700 ഹെക്ടറിലാണ് ഇവിടെ എണ്ണപ്പന കൃഷി ചെയ്തത്. തൈ നട്ടിട്ട് ഒരു 3 വർഷം തികയുമ്പോൾ തന്നെ ഈ പനകൾ കായ്ക്കാൻ തുടങ്ങും. ലാഭം കൊയ്തിരുന്ന കോട്ടകൾ ഇപ്പോൾ ഭയങ്കര കാട്ടാനകളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പോയ വഴിയിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ കുറച്ച് ബോർഡുകളൊക്കെ കണ്ടിരുന്നു, ഇങ്ങനെ ആനകളുടെ ശല്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളൊരു ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. എങ്കിലും അതിരപ്പള്ളിയിലൊക്കെ പോകുന്നവർ ഈ ഒരു എസ്റ്റേറ്റ് വഴി അത് ക്രോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വണ്ടിയൊന്നും നിർത്താനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു, ആനകളുടെ ശല്യം ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്കിങ്ങനെ പാസ് ചെയ്ത് നമുക്ക് പോകാം. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ റോഡ് വഴിയെ. പക്ഷെ ഞങ്ങൾ രാവിലെ ഒരു 8 മണി 9 മണി സമയത്താണ് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ശാന്തമായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാമായിരുന്നേ. എന്താണെങ്കിലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ട് കണ്ടിട്ടുള്ള പോലത്തെ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കാണുന്നത്. നല്ല തണുത്ത ചെറിയൊരു മഴയും ചെറിയൊരു തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വഴി നമുക്ക് സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും അതിരപ്പള്ളിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ പാം ഓയിൽ പാം എസ്റ്റേറ്റ് വഴി ഒരു തവണയെങ്കിലും നമ്മൾ കാണാനായിട്ട് വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റോഡ് ക്രോസ് ചെയ്തപ്പോൾ കണ്ട വേറൊരു ഇതാണ് വെറ്റിലപ്പാറ പാലം എന്ന് പറയുന്നത്. ഈ വഴി നമ്മൾ ക്രോസ് ചെയ്യണം. അങ്കമാലിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ എസ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ എസ്റ്റേറ്റ് ഏകദേശം ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വന്യജീവിയുള്ള മീൻസ് ഇങ്ങനെ കുറേ ഇങ്ങനെ പശുക്കളെയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വേണ്ട ഇത് നമ്മളിങ്ങനെ കുറച്ച് ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ ആനയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആനകളുടെ ശല്യം ഉണ്ടെന്നും ഒക്കെ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റിലപ്പാറ പാലമാണ്. വൈറ്റിലപ്പാറ പാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാലമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയുടെ കുറുകെ വൈറ്റിലപ്പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് വൈറ്റിലപ്പാറ പാലം. ഈ പാലം നിർമ്മിച്ചത് വഴി അങ്കമാലിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് മൂക്കന്നൂർ വഴി എളുപ്പത്തിൽ വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതായത് അതിരപ്പള്ളിയിലേക്ക് നമ്മൾ മെയിൻ റോഡ് വഴി ക്രോസ് ചെയ്യാതെ നമുക്ക് വളരെ ഷോർട്ട് കട്ട് പാതയിലൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ പാലം അതിനുവേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരുന്നത്. മൂക്കന്നൂർ വഴിയാണ് ഇത് എളുപ്പത്തിൽ തുറന്നു കൊടുക്കുന്നു. അങ്കമാലിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് മൂക്കന്നൂർ വഴി എളുപ്പ വഴി തുറന്നു കൊടുത്തിരിക്കുന്നതാണ്. എറണാകുളത്തിൽ നിന്ന് വരുന്നവർക്കും ഈ പാലം വഴിയിലൂടെ എളുപ്പത്തിൽ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേരാവേ. ഈ പാലത്തിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് കാറ്റടി പ്ലാന്റേഷൻ എസ്റ്റേറ്റും മറുവശത്ത് സിൽവർ സ്റ്റോം അമ്യൂസ്മെൻറ്റ് പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചാലക്കുടിക്ക് കുറുകെയുള്ള മറ്റൊരു വളരെ പ്രസിദ്ധമായ വേറൊരു പാലവും കൂടിയുണ്ട്, ചാലക്കുടി പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു 8-8:30 ഒരു 9 മണി സമയത്താണ് നമ്മളവിടെ പാസ് ചെയ്തത്. ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ നല്ലൊരു ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു.
ഇവിടെ നമ്മൾ ഒരു നല്ല മൂടൽമഞ്ഞൊക്കെ കയറി നിൽക്കുന്ന മലയും അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകുന്നതും ഒക്കെ എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിരപ്പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി പോകുന്ന റൂട്ട് എടുക്കാതെ ഈ പാലമൊക്കെ കയറി നമ്മൾ ഈ എണ്ണപ്പന എസ്റ്റേറ്റിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി അതിരപ്പള്ളിയിലൂടെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ വഴിയിൽ പോകുന്നവരാണെങ്കിൽ ഈ വൈറ്റിലപ്പാറ പാലത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ എക്സ്പീരിയൻസും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുവഴിയൊക്കെ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിൽ പോയിട്ടുള്ള ഇപ്പോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അവിടെ. അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ അല്ല, നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ മാത്രം നമ്മൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ട മൂടൽമഞ്ഞൊക്കെ കയറി നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്നതിലും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. നമുക്ക് പറഞ്ഞ് അതെങ്ങനെ എടുക്കണമെന്നറിയില്ല, പക്ഷേ നിങ്ങൾ അത് വന്ന് നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഒരു നല്ല ടൈമാണ്, ഈ മഴക്കാലമൊക്കെ ആവുകയും ചെയ്ത് കുറച്ച് കെയർഫുള്ളായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു റൂട്ടൊക്കെ വഴി നമ്മൾ അതിരപ്പള്ളിക്ക് പോവുകയാണെങ്കിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാണാം, അതുപോലെ തന്നെ വരുന്ന വഴിയും നമുക്ക് എൻജോയ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുവാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇതെന്തായാണെന്ന്. മൂടൽമഞ്ഞൊക്കെ ഇത് നിന്ന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് കൂടിയാണ്. അപ്പോൾ അതിരപ്പള്ളിയൊക്കെ കൂടി നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് വരാം. അപ്പം ഇനി നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ വൈറ്റിലപ്പാറ പാലം വഴി, അതായത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയുടെ കുറുകെ വൈറ്റിലപ്പാറയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് വൈറ്റിലപ്പാറ പാലം. ഈ പാലം നിർമ്മിച്ചത് വഴി അങ്കമാലിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് മുക്കുന്നൂർ വഴി എളുപ്പ വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഈ വഴി സ്വീകരിക്കാതെ ഈ വഴി കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ്.